Unit 6 decreasing numbers start ചെയ്യാണ്. Abacus. Kichu and friends made abacus and are playing with it. കിച്ചും കിച്ചുന്റെ കൂട്ടുകാരും അബാക്കസ് ഉണ്ടാക്കി അത് വെച്ചിട്ട് കളിക്കുകയാണ് അവര് കേട്ടോ. ദിസ് ഈസ് മൈ അബാക്കസ്, ഇതാണ് എന്റെ അബാക്കസ് എന്ന് പറയുന്നു. ദാറ്റ്സ് ദ ലാർജസ്റ്റ് 3-digit നമ്പർ എന്ന് പറയുന്നുണ്ടല്ലോ. ഒരു കുട്ടി അബാക്കസിൽ ഉണ്ടാക്കിയ നമ്പർ ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയാണ് എന്നാണല്ലേ പറയുന്നത്. വാട്ട് ഈസ് ദ നമ്പർ ഓൺ ദ അബാക്കസ് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏതാണ് ഈ ലാർജസ്റ്റ് 3-digit നമ്പർ? 999 അല്ലേ. അപ്പൊ അതവിടെ എഴുതുക കേട്ടോ, 999. വാട്ട് നമ്പർ സബ്ട്രാക്റ്റഡ് ഫ്രം ഇറ്റ് ഗീവ്സ് ദ സ്മോളസ്റ്റ് 3-digit നമ്പർ? ലാർജസ്റ്റ് 3-digit നമ്പറിന് ഏത് നമ്പർ കുറച്ചാലാണ് സ്മോളസ്റ്റ് 3-digit നമ്പർ കിട്ടുക? ലാർജസ്റ്റ് 3-digit നമ്പർ 999 ആണ്. സ്മോളസ്റ്റ് 3-digit നമ്പർ എന്ന് പറഞ്ഞാൽ 100 ആണ് അല്ലെ. അപ്പൊ 999 നിന്ന് ഏത് നമ്പർ കുറച്ചാലാണ് 100 കിട്ടുക? 899 കുറച്ചാൽ പോരെ. 999 മൈനസ് 899 ചെയ്താൽ 100 കിട്ടും അല്ലെ. അതവിടെ എഴുതുക കേട്ടോ, 899. ഡ്രോ ദീസ് നമ്പർ ഓൺ ദ അബാക്കസ്. ആ നമ്പർ അബാക്കസിൽ വരയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ 899. അപ്പൊ നമുക്കറിയാം 100s പ്ലേസിൽ 8 ബീഡ്സ് ഉണ്ടാവും അല്ലെ. അതവിടെ വരയ്ക്കുക. 10s പ്ലേസിൽ 9 ബീഡ്സ്, 1s പ്ലേസിൽ 9 ബീഡ്സ്. ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 99 മൈനസ് 10 എത്രയാ? 99 10 പോയാൽ 89. 999 മൈനസ് 100, 999 നിന്ന് 100 കുറച്ച് എത്രയാ? 899. 9999 മൈനസ് 1000 എത്രയാ വരിക? 8999 അല്ലേ. അത് അവിടെ എഴുതുക കേട്ടോ. ലെറ്റ് സബ്ട്രാക്ട്. Subtracting the largest 2-digit number from the largest 3-digit number gives what number? Largest 3-digit നമ്പറിൽ നിന്ന് ലാർജസ്റ്റ് 2-digit നമ്പർ കുറച്ചാൽ കിട്ടുന്ന നമ്പർ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ലാർജസ്റ്റ് 3-digit നമ്പർ എന്ന് പറഞ്ഞാൽ 999 ആണ്. ലാർജസ്റ്റ് 2-digit നമ്പർ എന്ന് പറഞ്ഞാൽ 99 ആണ്. 999 മൈനസ് 99 എത്രയാണ്? 900 ആണ് അല്ലെ. അവിടെ എഴുതുക കേട്ടോ. അടുത്തത് subtracting 120 from 340 gives what number എന്നാണ്. അതായത് 340ൽ നിന്ന് 120 കുറച്ചാൽ കിട്ടുന്ന നമ്പർ ഏതാണ് എന്നാണ് കേട്ടോ. 300 നിന്ന് 100 കുറയ്ക്കുക, അപ്പൊ ബാക്കി 200 ഉണ്ട് അല്ലെ. 40 നിന്ന് 20 കുറച്ചാണ് ബാക്കി 20. അപ്പൊ അങ്ങനെ 220 220 അങ്ങനെ ചെയ്യാം കേട്ടോ. സി കിച്ചൂസ് ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. കിച്ചു എങ്ങനെയാ അത് ചെയ്തിരിക്കുന്നത് നോക്കൂ. വി നീഡ് ഓൺലി സബ്ട്രാക്ട് 12 tens from 34 tens. 120 എന്ന് പറഞ്ഞാൽ 12 tens അല്ലേ. 140 എന്ന് പറഞ്ഞാൽ 34 tens അല്ലേ. 34 tensil നിന്ന് 12 tens കുറച്ചാൽ നമുക്ക് ആൻസർ കിട്ടൂലോ. അതായത് 34 മൈനസ് 12 എന്ന് പറഞ്ഞാൽ എത്രയാ? 22 tens ആണ് വരിക അല്ലെ. 22 tens എന്ന് പറഞ്ഞത് 220. ഇങ്ങനെയും ചെയ്യാം കേട്ടോ. വാട്ട് ഇഫ് വി വാണ്ട് ടു സബ്ട്രാക്ട് 160 ഫ്രം 340? ട്രൈ ഇറ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഫ്രം 160 to 200 വരെ 40 ആണ് അല്ലെ ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ 200 to 340 എന്ന് പറഞ്ഞാല് 140. അപ്പൊ 140യും 40യും പറഞ്ഞാൽ എത്രയാ വരിക? 180. അങ്ങനെ ചെയ്യാം കേട്ടോ. നമുക്ക് ഏതാണോ എളുപ്പം തോന്നുന്നത് ആ രീതിയിൽ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. വാട്ട് അബൌട്ട് സബ്ട്രാക്ടിങ് 162 ഫ്രം 346? അതായത് 346ൽ നിന്ന് 162 കുറച്ചാൽ എത്രയാണ് കിട്ടുക എന്നാണ് കേട്ടോ. അതിന് നമുക്ക് മെത്തേഡ്സ് കാണിച്ചിട്ടുണ്ട് കേട്ടോ, എങ്ങനെയൊക്കെ സബ്ട്രാക്ട് ചെയ്യാന്ന്. ഫസ്റ്റ് മെത്തേഡ് എങ്ങനെയാണ്? കാൽക്കുലേറ്റ് ഹൗ മച്ച് യു ആഡ് ടു 162 ടു ഗെറ്റ് 346. നമ്മൾ 162ന്റെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് നമുക്ക് 346 കിട്ടുക എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതെങ്ങനെയാ ചെയ്തിരിക്കുന്നത് നോക്കൂ. ഫസ്റ്റ് 162ന്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 170 കിട്ടുക നോക്കുക. അതായത് 162 പ്ലസ് 8 അല്ലേ 170 കിട്ടും അല്ലെ. 170യുടെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് 200 കിട്ടുക നോക്കുക. അപ്പൊ 170യുടെ കൂടെ 30 ആഡ് ചെയ്താലല്ലേ 200 കിട്ടുക. പിന്നെ 200ന്റെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് 346 കിട്ടുക നോക്കുക. അപ്പൊ 200ന്റെ കൂടെ 146 ആഡ് ചെയ്താലാണല്ലേ 346 കിട്ടുക. 162ന്റെ കൂടെ എത്ര ആഡ് ചെയ്യണം 346 കിട്ടാനായിട്ട്? അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. 146 പ്ലസ് 30 പ്ലസ് 8 അല്ലെ. 146നെ സ്പ്ലിറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതായത് 140 പ്ലസ് 6 എന്ന് പ്ലസ് 30 പ്ലസ് 8. 140 പ്ലസ് 30 എന്ന് പറഞ്ഞാൽ 170 കിട്ടും. 6 പ്ലസ് 8 എന്ന് പറഞ്ഞാൽ 14 ആണ്. 170 പ്ലസ് 14 എന്ന് പറഞ്ഞാൽ 184. മെത്തേഡ് 2 നോക്കാം. 346നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ് കേട്ടോ. അതായത് 300 പ്ലസ് 40 പ്ലസ് 6 എന്നായിട്ട് എഴുതുകയാണ്. 162നെ 100 പ്ലസ് 60 പ്ലസ് 2 എന്ന് എഴുതുകയാണ്. 300 പ്ലസ് 40 പ്ലസ് 6 മൈനസ് 100 പ്ലസ് 60 പ്ലസ് 2 ചെയ്യാണ് കേട്ടോ. അങ്ങനെ മൈനസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാണ്? റീറൈറ്റ് ചെയ്യാണ് കേട്ടോ നമ്പേഴ്സിനെ. അതായത് 300 പ്ലസ് 40 പ്ലസ് 6 എന്നുള്ളത് 200 പ്ലസ് 140 പ്ലസ് 6 എന്നായിട്ട് എഴുതുകയാണ്. അതിൽ നിന്ന് 100 പ്ലസ് 60 പ്ലസ് 2 കുറയ്ക്കുകയാണ് കേട്ടോ. 300 പ്ലസ് 40 പ്ലസ് 6നെ എന്തുകൊണ്ടാണ് 200 പ്ലസ് 140 പ്ലസ് 6 എന്ന് റീറൈറ്റ് ചെയ്യാൻ കാരണം?
300 പ്ലസ് 40 പ്ലസ് 6 വൺസ് പ്ലേസ് 6 ആണ് അല്ലെ. 100 പ്ലസ് 60 പ്ലസ് 2 വൺസ് പ്ലേസ് 2 ആണ്. 6ൽ നിന്ന് 2 നമുക്ക് കുറയ്ക്കാൻ പറ്റും. ടെൻസ് പ്ലേസിൽ 40 ആണ് അല്ലെ. 40ൽ നിന്ന് 60 ആണ് കുറയ്ക്കേണ്ടത്. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? 40ൽ നിന്ന് 60 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ 40ൽ നിന്ന് 60 കുറയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 300ൽ നിന്ന് ടെൻസ് പ്ലേസിലേക്ക് ഒരു 100 ബോറോ ചെയ്യാണ് കേട്ടോ. 40യുടെ കൂടെ ഒരു 100ഉം കൂടി വന്ന 140 ആവില്ലേ? 100 പ്ലേസിൽ ഒരു 100 പോകൂലോ. അപ്പൊ 300ൽ നിന്ന് ഒരു 100 പോയ 200 ആവും. അങ്ങനെയാണ് ഇതിങ്ങനെ റീറൈറ്റ് ചെയ്തത് കേട്ടോ. 200 പ്ലസ് 140 പ്ലസ് 6 ആയിട്ട് റീറൈറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. 100 പ്ലസ് 60 പ്ലസ് 2 കുറയ്ക്കാം. സ്പേസിൽ 6 നിന്ന് 2 പോയാൽ 4 ആണ്. 10 സ്പേസിൽ 140ൽ നിന്ന് 60 പോയാൽ എത്രയാണ്? 80 ആണ്. ഇനി 100ൽ 200ൽ നിന്ന് 100 പോയാൽ എത്രയാണ്? 100 ആണ്. 100 പ്ലസ് 80 പ്ലസ് 4 എത്രയാണ്? 184. 346 മൈനസ് 162 എത്രയാണ്? 184 ആണ് അല്ലെ. അതന്നെയാണ് കേട്ടോ അവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് 346 എന്ന് പറഞ്ഞാൽ എത്ര ഹൺഡ്രഡ്സും എത്ര ടെൻസും എത്ര വൺസും ആയിട്ടാണെന്ന് എഴുതിയിരിക്കുകയാണ് കേട്ടോ. എത്ര ഹൺഡ്രഡ്സ് ആണ്? 3 ഹൺഡ്രഡ്സ് ആണ്. എത്ര ടെൻസ് ആണ്? 4 ടെൻസ് ആണ്. എത്ര വൺസ് ആണ്? 6 വൺസ് ആണ്. അതുപോലെ തന്നെ 162 എന്ന് പറയുന്നത് 100 6 ടെൻസ് 2 വൺസ് ആണ് അല്ലെ. അതിന് 346 മൈനസ് 162 ചെയ്യാണ് കേട്ടോ. ദിസ് ക്യാൻ ബി റീറിട്ടൺ ലൈക്ക് ദിസ് എന്ന് വേണ്ടി കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അതേപോലെ തന്നെയാണ്. അതായത് നമ്മളിവിടെ 100 ടെൻസ് വൺസ് മാത്രം എഴുതുന്നു എന്ന് മാത്രം കേട്ടോ. അതായത് 200ൽ എത്ര 100 ആണുള്ളത്? 200 ഉണ്ട് അല്ലെ. അത് 200 എന്ന് എഴുതുക. 140 എന്ന് പറയുമ്പോൾ എത്ര ടെൻസ് ആ? 14 ടെൻസ് ആണ്. പിന്നെ 6 എന്ന് പറഞ്ഞാൽ എത്ര വൺസ് ആ? 6 വൺസ് ആണ് അല്ലെ. അതിൽ നിന്ന് മൈനസ് ചെയ്യുക കേട്ടോ. എത്ര 100ൽ എത്ര ഹൺഡ്രഡ്സ് ആണ്? 100 ആണ്. 60ൽ എത്ര ടെൻസ് ആണ്? 6 ടെൻസ് ആണ്. 2 എന്ന് പറഞ്ഞാൽ എത്ര വൺസ് ആ? 2 വൺസ് ആണ് അല്ലെ. കുറയ്ക്കുക കേട്ടോ. അപ്പൊ എത്ര കിട്ടും? 184. Kittu made 876 on his abacus and Chippy made 697 on hers. How much more than Chippy's number is Kitchu's number? അതായത് കിച്ചുവിന്റെ അബാക്കസിൽ 876 എന്ന നമ്പർ ഉണ്ടാക്കി. ചിപ്പി അവളുടെ അബാക്കസിൽ 697 എന്ന നമ്പർ ഉണ്ടാക്കി. ചിപ്പിയും കാട്ടിലും എത്രണ്ട് കൂടുതലാണ് കിച്ചുവിന്റെ നമ്പർ എന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 876 മൈനസ് 697 ചെയ്യുക അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെയാ കുറയ്ക്കുക? 6ൽ നിന്ന് 7 പോവോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ടെൻസിൽ നിന്ന് ബോറോ ചെയ്യണം അല്ലെ. 110 അല്ലേ ബോറോ ചെയ്യാം. 10 എന്ന് പറഞ്ഞാല് 10 വൺസ് ആണ് അല്ലെ. 10 വൺസിന്റെ കൂടെ 6ഉം കൂടി ആഡ് ചെയ്താൽ 16 ആയി. 16ൽ നിന്ന് 7 കുറച്ചാൽ എത്രയാണ്? 9 ആണ്. അപ്പൊ ടെൻസിന്റെ പ്ലേസിൽ എത്രയേ ഉള്ളൂ? 6 ടെൻസേ ഉള്ളൂ അല്ലെ. 6 ടെൻസിൽ നിന്ന് 9 ടെൻസ് കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഹൺഡ്രഡ്സിൽ നിന്ന് ഒരു 100 നമ്മള് എന്താ ടെൻസിലോട്ട് ബോറോ ചെയ്യണം അല്ലെ. അപ്പൊ 100 ബോറോ ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ ടെൻസിന്റെ പ്ലേസിൽ എത്രയാ? 100 എന്ന് പറഞ്ഞാൽ 10 ടെൻസ് ആണ് അല്ലെ. 10 ടെൻസിന്റെ കൂടെ ഒരു 6 ടെൻസും കൂടി വന്നാൽ 16 ടെൻസ് അല്ലേ. 16 ടെൻസിൽ നിന്ന് 9 ടെൻസ് കുറച്ചാൽ എത്രയാണ്? 7 ടെൻസ് ആണ് അല്ലെ. ചുവടെ 7 എന്ന് എഴുതുക. ഹൺഡ്രഡ്സിൽ ഇപ്പോ 7 ഹൺഡ്രഡ്സിൽ നിന്ന് 6 ഹൺഡ്രഡ്സ് ആണ് കുറയ്ക്കേണ്ടത് അല്ലെ. ഇപ്പൊ 7 ഹൺഡ്രഡ്സിൽ നിന്ന് 6 ഹൺഡ്രഡ്സ് പോയാൽ എത്രയാ? 100 അല്ലേ. ചുവടെ 1 എന്ന് എഴുതുക. എത്രയാണ്? 179. അങ്ങനെ മൈനസ് ചെയ്യാം. അടുത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ 697ന്റെ കൂടെ എത്രണ്ട് ആഡ് ചെയ്താലാണ് 876 കിട്ടുക എന്ന് നോക്കിയാൽ മതി അല്ലെ. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? 697ന്റെ കൂടെ എത്രണ്ട് ആഡ് ചെയ്താലാണ് 700 കിട്ടുക നോക്കുക. പ്ലസ് 3 ആഡ് ചെയ്താൽ മതി അല്ലെ. 697ന്റെ കൂടെ 3 ആഡ് ചെയ്താൽ 700 കിട്ടും. പിന്നെ 700ന്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 876 കിട്ടുക? 176 അല്ലേ. 176ന്റെ കൂടെ ഒരു 3യും കൂടി ആഡ് ചെയ്താൽ എത്രയാണ്? 179. ഇങ്ങനെയും ചെയ്യാം കേട്ടോ. കിച്ചൂസ് നമ്പർ ഈസ് 179 ഗ്രേറ്റർ ദാൻ ചിപ്പീസ് നമ്പർ എന്ന് എഴുതാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. You have 13 beads. Write the largest 3-digit number and the smallest 3-digit number you can show on the abacus using these. What is their difference? 13 മുത്തുകളുണ്ട്. ഈ മുത്തുകൾ ഉപയോഗിച്ചിട്ട് അബാക്കസിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയും ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയും ഏതാന്ന് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതിന്റെ ഡിഫറൻസ് കാണാനുമാണ് പറഞ്ഞിരിക്കുന്നത്. 13 ബീഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ലാർജസ്റ്റ് 3-digit നമ്പർ എത്രയാണ്? നമുക്ക് 13 ബീഡ്സിലെ 9 ബീഡ്സും 100 പ്ലേസിൽ ഇട്ടു എന്ന് വിചാരിക്കും. ബാക്കി എത്ര ബീഡ്സ് ഉണ്ട്? 13ല് 4 ബീഡ്സ് ബാക്കിയുണ്ട്. അത് 10 പ്ലേസിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലാർജസ്റ്റ് 3-digit നമ്പർ കിട്ടുമല്ലോ. അപ്പൊ ഏതാണ് ലാർജസ്റ്റ് 3-digit നമ്പർ? 940 ആണ് അല്ലെ. 13 ബീഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന സ്മോളസ്റ്റ് 3-digit നമ്പർ അത് കാണാൻ എന്ത് ചെയ്താൽ മതി? 1 ബീഡ് 100 പ്ലേസിൽ ഇടുക. ബാക്കി 12 ബീഡ്സ് ഉണ്ട് അല്ലെ. 12 ബീഡ്സിലെ 9 ബീഡ്സും 1 പ്ലേസിൽ ഇടുക. ബാക്കി 12ലെ എത്ര ബീഡ്സ് ബാക്കിയുണ്ട്? 3 ബീഡ്സ് അത് 10 പ്ലേസിൽ ഇടുക. അപ്പൊ ഏതാണ് നമ്പർ? സ്മോളസ്റ്റ് 3-digit നമ്പർ ഏതാണ്? 139 ആണ് അല്ലെ. വാട്ട് ഈസ് ദ ഡിഫറൻസ്? അപ്പൊ ഡിഫറൻസ് കാണണം കേട്ടോ.
എന്ത് ചെയ്താൽ മതി? 940 മൈനസ് 139 ചെയ്യാം അല്ലെ. എത്ര കിട്ടുക? 801 കിട്ടും അല്ലെ. വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ? ബിറ്റ്വീൻ വിച്ച് ടു നമ്പേഴ്സ് ബിലോ ഈസ് 761 മൈനസ് 380. താഴെ കൊടുത്തിരിക്കുന്ന ഏത് രണ്ട് സംഖ്യകൾക്കിടയിലാണ് 761 മൈനസ് 380 വരുന്നത് എന്നാണ് കേട്ടോ. 761 മൈനസ് 380 എത്രയാ വരിക? 381 ആണ് അല്ലെ. അപ്പൊ ഏത് നമ്പേഴ്സിന്റെ ഇടയിലാണ് 381 വരിക? ബിറ്റ്വീൻ 380 ആൻഡ് 400 അല്ലെ. അപ്പൊ മൈ ആൻസർ എന്നുള്ളടത്ത് എഴുതാം ബിറ്റ്വീൻ 380 ആൻഡ് 400. അവിടെ ട്രൈ ദിസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. 8 മൈനസ് 1 7 ആണല്ലോ. 88 മൈനസ് 11 എത്രയാണ്? 77 ആണ് അല്ലെ. 888 മൈനസ് 111 എന്ന് പറഞ്ഞാൽ 777 ആണ്. 8888 മൈനസ് 1111 എന്ന് പറഞ്ഞാൽ 7777 ആണ് അല്ലെ. അതവിടെ എഴുതുക കേട്ടോ. ഫൈൻഡ് ഔട്ട് ആൻഡ് വിൻ എ പ്രൈസ്. കണ്ടുപിടിക്കാം, സമ്മാനം നേടാം എന്നാണ് കേട്ടോ. ടുഡേ ടു സിസ്റ്റർ അമ്മു ആൾസോ പ്ലേഡ് വിത്ത് കിച്ചു ആൻഡ് ഹിസ് ഫ്രണ്ട്സ്. ഇന്ന് കിച്ചുവിനും കിച്ചുവിന്റെ കൂട്ടുകാർക്കും ഒപ്പം കിച്ചുവിന്റെ സിസ്റ്റർ അമ്മുവും കളിക്കാൻ കൂടി. അമ്മു എന്താ പറയണ? ഐ വിൽ ഗിവ് എ പ്രൈസ് ടു ഓൾ എന്ന് പറയാണ് അല്ലെ. എല്ലാവർക്കും ഞാൻ സമ്മാനം തരാം എന്ന് പറയാണ്. അപ്പൊ എന്താ കുട്ടികൾ ചോദിക്കണ? ഹൗ ഡു വി ഗെറ്റ് എ പ്രൈസ് എന്ന് ചോദിക്കണു അല്ലെ. എങ്ങനെ സമ്മാനം കിട്ടും എന്ന് ചോദിക്കുകയാണ് അല്ലെ. ദ വേ ടു ഗെറ്റ് എ പ്രൈസ് ഈസ് അണ്ടർ ദ ബനിയൻ ട്രീ. സമ്മാനം കിട്ടാനുള്ള വഴി ആൽമരച്ചുവട്ടിലുണ്ട് എന്ന് പറയാണ് കേട്ടോ. അതെന്താ പറഞ്ഞിരിക്കുന്നത്? ദർ ഈസ് എ പീസ് ഓഫ് പേപ്പർ അണ്ടർ ദ ട്രീ. മരത്തിന്റെ ചുവട്ടില് ഒരു കടലാസ് കഷ്ണം ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. What should be added to 3542 to get 3798? 3542ന്റെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് 3798 കിട്ടുക എന്നാണ് കേട്ടോ. അതെങ്ങനെയാ ചെയ്തിരിക്കുന്നത് നോക്കൂ. 3542ന്റെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് ആദ്യം 3550 കിട്ടുക നോക്കുക കേട്ടോ. എത്ര ആഡ് ചെയ്യണം? 8 ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്തിരിക്കുകയാണ്. 3542 പ്ലസ് 8 ഇസ് ഈക്വൽ ടു 3550. എന്നിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? 3550യുടെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് 3600 കിട്ടുക നോക്കുകയാണ് കേട്ടോ. അപ്പൊ എത്രയാണ്? 50 ആഡ് ചെയ്യണം അല്ലെ. ദെൻ 3600ന്റെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് 3700 കിട്ടുക നോക്കുകയാണ്. അപ്പൊ എത്രയാണ്? 100 ആഡ് ചെയ്യണം. 3700ന്റെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് 3798 കിട്ടുക നോക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ എത്ര ആഡ് ചെയ്യണം? 98 ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ മൊത്തം 3542ന്റെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് 3798 കിട്ടുക? ചെയ്യണം 8 പ്ലസ് 50 പ്ലസ് 100 പ്ലസ് 98 ചെയ്യണം അല്ലെ. അപ്പൊ എത്രയാ വരിക? 100 പ്ലസ് 98 പറഞ്ഞാൽ 198 ആയി. 8 പ്ലസ് 50 എന്ന് പറഞ്ഞാൽ 58 ആയി അല്ലെ. അത് എളുപ്പത്തിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 100 പ്ലസ് 98ന്റെ കൂടെ 58ലെ ഒരു 2 എടുത്ത് ആഡ് ചെയ്യാണ് കേട്ടോ. 100ലേക്ക് മാറ്റുകയാണ്. അപ്പൊ 98 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 100 ആയല്ലോ. ബാക്കി നമ്മൾ എത്ര ആഡ് ചെയ്യണം? 58 വേണ്ട, 56 ആഡ് ചെയ്താൽ മതി അല്ലെ. 100 plus 56 is equal to എത്രയാണ്? 100 plus 100 200 plus 56 256. അപ്പൊ 256 വേണം അല്ലെ ആഡ് ചെയ്യാനായിട്ട്. ഇത് ചെയ്യാൻ വേറൊരു രീതി കാണിച്ചിട്ടുണ്ട്. വി ക്യാൻ ആൾസോ റൈറ്റ് ലൈക്ക് ദിസ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് thousands, hundreds, tens, ones എന്നുള്ള രൂപത്തിലാക്കുകയാണ്. 3 thousands, 7 hundreds, 9 tens, 8 ones. അതിൽ നിന്ന് 3 thousands, 5 hundreds, 4 tens, 2 ones കുറച്ചാ പോരെ. അപ്പൊ എത്രയാണ് വരിക? നമ്മൾ എന്ത് ചെയ്യണം? വൺസ് ഫസ്റ്റ് കുറയ്ക്കണം. 8 ones നിന്ന് 2 ones കുറച്ചാൽ 6 ones ആണ്. 9 tens നിന്ന് 4 tens കുറച്ചാൽ എത്രയാ? 5 tens ആണ്. Then hundreds 7 hundreds നിന്ന് 5 hundreds കുറച്ചാൽ 2 hundreds ആണ്. ഇങ്ങനെയും ചെയ്യാം കേട്ടോ. Any other way to calculate this എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ thousands, hundreds, tens, ones എന്നതിന് പകരമായിട്ട് 3798 മൈനസ് 3542 മൈനസ് ചെയ്യില്ലേ നമ്മൾ, അതുപോലെയും ചെയ്യാം കേട്ടോ. ദ നെക്സ്റ്റ് ക്ലൂ ടു ഗെറ്റ് ദ പ്രൈസ് ഈസ് ഇൻ ദ ഫ്രണ്ട് യാർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സമ്മാനം കിട്ടാനുള്ള അടുത്ത സൂചന വീടിന്റെ മുറ്റത്തുണ്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. What is the difference of 5849 and 2617 എന്നാണ് കേട്ടോ. എന്താണ് 5849ഉം 2617ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ് കേട്ടോ ആ പേപ്പറിലുള്ളത്. thousands, hundreds, tens, ones എന്നുള്ള രീതിയിൽ എഴുതുകയാണ്. വലിയ നമ്പറിൽ നിന്നാണല്ലേ ചെറിയ നമ്പർ കുറയ്ക്കുക. അപ്പൊ 5000s, 800s, 4 tens, 9 ones മൈനസ് 2000s, 600s, 1 10, 7 ones കുറയ്ക്കുക കേട്ടോ. അപ്പൊ എത്രയാ വരിക? 9 onesൽ നിന്ന് 7 ones കുറച്ചാൽ 2 ones കിട്ടും. 4 tensൽ നിന്ന് 1 10 കുറച്ചാൽ 3 tens കിട്ടും. 8 hundredsൽ നിന്ന് 6 hundreds കുറച്ചാൽ 2 hundreds കിട്ടും. 5 thousandsൽ നിന്ന് 2 thousands കുറച്ചാൽ 3 thousands കിട്ടും. അപ്പൊ എത്രയാണ് ഡിഫറൻസ്? 3232.
അടുത്തത് അമ്മു എന്താ പറയുന്നത്? പ്രൈസ് ഫോർ റൈറ്റിംഗ് എ ക്വസ്റ്റ്യൻ വിത്ത് ദ നമ്പർ യു ഗോട്ട് ആസ് ദ ആൻസർ. നിങ്ങൾക്ക് കിട്ടിയ ആൻസേഴ്സ് ഉത്തരമായി വരുന്ന ക്വസ്റ്റ്യൻ എഴുതുന്നവർക്ക് സമ്മാനം കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 3232 ആണ് അവർക്ക് കിട്ടിയ ആൻസർ. അത് ഉത്തരമായി വരുന്ന ചോദ്യം എഴുതുന്നവർക്ക് സമ്മാനം കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരിപ്പോ 2 ക്വസ്റ്റ്യൻസ് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്താണ്? വാട്ട് നമ്പർ ഈസ് ഗോട്ട് ബൈ കമ്പൈനിങ് ഡാഷ് തൗസൻഡ്സ് ഡാഷ് ഹൺഡ്രഡ്സ് ഡാഷ് ടെൻസ് ആൻഡ് ഡാഷ് വൺസ്. അപ്പൊ എത്രയാ വരിക? 3000s 200s 3 10s and 2 1s അല്ലേ വരിക? അതായത് നമുക്കറിയാം അല്ലെ 3232 എത്ര തൗസൻഡ്സും എത്ര ഹൺഡ്രഡ്സും എത്ര ടെൻസും എത്ര വൺസും ഉള്ളതെന്ന് അറിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ അവർ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് നമ്പർ ഈസ് ഗോട്ട് ബൈ ആഡിങ് ഡാഷ് ആൻഡ് ഡാഷ് എന്നാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? വാട്ട് നമ്പർ ഈസ് ഗോട്ട് ബൈ ആഡിങ് 32 hundreds and 32 ones എന്ന് എഴുതാം. അല്ലെങ്കിൽ 323 10s and 2 1s അങ്ങനെയൊക്കെ എഴുതാം കേട്ടോ. റൈറ്റ് മോർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതുപോലെ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അങ്ങനെ 2-3 ക്വസ്റ്റ്യൻസും കൂടി അവിടെ എഴുതുക കേട്ടോ. നെക്സ്റ്റ് ദ പ്രൈസ്. What is the difference of 2837 and 524? 2837ഉം 524ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. 2837ഉം 524ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? മൈനസ് ചെയ്താൽ മതി അല്ലേ. 2837 മൈനസ് 524 ചെയ്യുക. എന്താണ്? വൺസ് കുറയ്ക്കുക, ടെൻസ് പ്ലേസിൽ കുറയ്ക്കുക, ഹൺഡ്രഡ്സ് പ്ലേസിൽ കുറയ്ക്കുക, അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടുക? 2313 കിട്ടും കേട്ടോ. അവിടെ കണ്ടു പറഞ്ഞിരിക്കുന്നത് ആൻ അബാക്കസ് ആസ് പ്രൈസ് ഫോർ ഈച്ച് എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് ഓരോരുത്തർക്കും അബാക്കസ് സമ്മാനം എന്ന് പറയുന്നു കേട്ടോ. ആ കുട്ടി എന്താ ചോദിക്കുന്നത്? ഹൗ അബൌട്ട് ഷോയിങ് ദ ആൻസർ ഓൺ ദ അബാക്കസ്. അതായത് അബാക്കസില് ഉത്തരം കാണിക്കുന്നത് എങ്ങനെയാന്ന് ചോദിക്കുകയാണ് കേട്ടോ. നമുക്ക് കിട്ടിയ ഉത്തരം എത്രയാണ്? 2313 ആണല്ലേ ഡിഫറൻസ് കിട്ടിയത്. അതെങ്ങനെയാ കാണിക്കുക? 2 beads thousands പ്ലേസിൽ, 3 beads hundreds പ്ലേസിൽ, 1 bead tens പ്ലേസിൽ, 3 beads ones പ്ലേസിൽ അല്ലെ. അതവിടെ വരച്ചു കാണിക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇതിലെ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ബൈ.